ഇനി മതിവരുവോളം കഴിക്കൂ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനമ്പള്ളി നഗർ, കാക്കനാട്, തോപ്പുംപടി. മട്ടാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ പക്ഷാചരണം നടന്നു. ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മട്ടാഞ്ചേരിയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചെറുകഥാകൃത്തും നരിവേട്ട എന്ന സിനിമയുടെ തിരക്കഥാകൃത്തുമായ അബിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സ്മിത ഭാസ്കരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സീനിയർ അധ്യാപിക എലിസബത്ത് എം എക്സ് കൃതജ്ഞത രേഖപ്പെടുത്തി. കാരണം വളരെ ലളിതമായിട്ടാണ് ബഷീർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ അതിൽ ഭയങ്കരമായ ജീവിതത്തെക്കുറിച്ചൊക്കെ ഭയങ്കര ഉൾക്കാഴ്ചകളൊക്കെ ഉണ്ടാവും. അപ്പം ബഷീറിനെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു മൊമെന്റ് ഉണ്ട്. അതായത് ഒരു കഥാകൃത്ത് ഷാജികുമാർ എന്ന് പറഞ്ഞ കഥാകൃത്ത് എഴുതിയൊരു അനുഭവം. ഇവര് സ്കൂളിലൊരു സമരം നടത്തി, കോളേജിൽ സമരമൊക്കെ നടത്തി. സമരം കുറച്ച് വയലൻ്റായി, പോലീസ് വന്നു. ഇവർ കുറച്ച് പിള്ളേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി റിമാൻഡിൽ വിട്ടു. ഒരാഴ്ചത്തേക്ക് സബ് ജയിലിൽ കിടക്കണം. അപ്പോൾ ചെറിയ പിള്ളേരാണ്, 18-19 വയസ്സുള്ള കോളേജ് പിള്ളേരാണ്. അപ്പോൾ ഇവരവിടെ ചെല്ലുമ്പം പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് ഡ്രസ്സ് കൊടുത്തു. ഒരാഴ്ച എന്തായാലും ജയിലിലായിരുന്നു. അപ്പം ഈ ഡ്രസ്സിൻ്റെ കൂടെ ഈ ഷാജികുമാറിൻ്റെ 2 പുസ്തകങ്ങളും ഒരു സുഹൃത്ത് കൊടുത്തു. കാരണം ജയിലിൽ കിടക്കാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ചെറിയ കുട്ടിയാണ്. അപ്പോൾ അത് ബഷീറിൻ്റെ പുസ്തകങ്ങളാണ്, പ്രേമലേഖനും ബാല്യകാല സത്യം. ഈ 2 പുസ്തകമായിട്ട് ഇവർ സെല്ലിലേക്ക് ചെല്ലുക. അപ്പോൾ ആ സെല്ലിൽ ഒരു വലിയ ഗുണ്ട അവിടെ ഉണ്ട്. അയാൾ തട്ടിപ്പുത്ത് കേസിലുണ്ട്, ആൾക്കാരെ വെട്ടി കേസിൽ പ്രതിയായിട്ട് ഒരു ഗുണ്ടയാണ് അവിടെ ആ സെല്ലിലുള്ളത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഒരു മീശ നടക്കാത്ത ചെറിയ പിള്ളേരാണ്. അപ്പോൾ ഇവർ പേടിയോടുകൂടി ആ സെല്ലിൽ തന്നെ നിൽക്കും. പകൽ ഈ പുസ്തകം വായിക്കും, ഇത് തന്നെ വീണ്ടും വായിക്കും. അപ്പോൾ ഒരു ദിവസം അബ്ദുള്ള എന്നാണ് അയാളുടെ പേര്. തുടർന്ന് മുഖ്യാതിഥി വിദ്യാർത്ഥികളുമായി രചനാ അനുഭവങ്ങളും സിനിമ അനുഭവങ്ങളും പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.